നമസ്കാരം. കണ്ടോൻ കേട്ടോ കാര്യങ്ങളിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോട് കൂടിയിട്ട് ഞാൻ സ്വാഗതം പറയുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ അല്ലേ, ദൗർഭാഗ്യത്തെ ബോധപൂർവം അങ്ങോട്ട് മാറ്റി വയ്ക്കുക, എന്നിട്ടോ സൗഭാഗ്യത്തെ സ്വീകരിക്കുക. അതിന് മെല്ലെ നിസ്വാർത്ഥത പരിശീലിക്കണം. പെട്ടെന്ന് അങ്ങോട്ട് നടക്കണ കാര്യമാണത്. വളരെ ഈസിയാണ്, നമ്മൾ തയ്യാറാവണം എന്ന് മാത്രം. ചീത്ത പ്രവർത്തികളെ സത്പ്രവൃത്തികൾ കൊണ്ട് പിന്തിരിപ്പിക്കാൻ പഠിക്കുക. ഇത്രയും ചെയ്താൽ മതി. ആരെയും ബോധപൂർവം വഞ്ചിക്കാതിരിക്കുകയും ഉപദ്രവിക്കാതിരിക്കുക, ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. വൈരാഗ്യത്തിന് പ്രതിക്രിയ സ്നേഹമാണ്, പിശുക്കിന് ഉദാരതയും അക്രമത്തിന് അഹിംസയും ആണെന്ന് മനസ്സിൽ അങ്ങോട്ട് ഉറപ്പിക്കുക. നമ്മുടെ ബോധതലത്തിൽ നിന്ന് ബോധ്യം വരണം. അപ്പോൾ എങ്ങനെ ചിന്തിക്കണം, അതിനെക്കുറിച്ചും പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ പറഞ്ഞുതരാം. വികാരങ്ങളുടെ ആധിപത്യത്തിൽ നിന്ന് വിചാരത്തിന് വിട്ടുകൊടുക്കുമ്പോൾ തുടക്കം ശുഭമായിട്ട് അങ്ങോട്ട് തീരും. ഇതോടൊപ്പം ജീവിതത്തിൽ നമ്മൾ പരിശീലിക്കേണ്ട ചില ശീലങ്ങളുണ്ട്. അവ നിങ്ങൾക്ക് അളവില്ലാത്ത ഗുണം ഉണ്ടാക്കുന്നതാണ്. ജീവിതത്തിൽ അതെന്താണെന്ന് നോക്കണ്ടേ. അതിലൊന്നാമത്തതേ, നമ്മൾ കുറച്ച് ആൾക്കാരുടെ ഇടയിലൂടെ യാത്ര ചെയ്യുകയാണെന്ന് കരുതുക. അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരുടെ ഇടയിലൂടെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു റൂമിലേക്ക് പ്രവേശിക്കുക, അല്ലെങ്കിൽ യാത്രയുടെ ഒരു വഴിയിൽ നിങ്ങൾക്ക് പിന്നിലെത്തുന്നവരെ ആദ്യം കടക്കാൻ അനുവദിക്കുക. പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം അതാണ്. നമ്മൾ തിക്കും തിരക്കും കൂട്ടിയിട്ട് ഞാൻ എന്ന് പറഞ്ഞിട്ട് ഈ ഓട്ടം ഉണ്ടല്ലോ, അതങ്ങോട്ട് കുറച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ കൂടെ വരുന്നവരെ അവരെ നമ്മൾ ഒന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ അവരെ നമ്മൾ പോകാൻ അനുവദിക്കുക. ഇതാണ് നമ്പർ 1. രണ്ടാമത്തേതോ, മറ്റുള്ളവർ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് യഥാർത്ഥമായ ശ്രദ്ധയോടെ കേൾക്കുക. അതിൻ്റെ ഇടയിലൊക്കെ കയറി നമ്മൾ അങ്ങോട്ട് പറഞ്ഞ് അല്ലേ, അവരെ പറയാൻ സമ്മതിക്കാതെ നമ്മൾ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് വേറൊരു കഥ പറഞ്ഞ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നൊരു ആളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് വളരെ ഗുണകരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞാൻ കുറേ പഠിച്ച് പ്രാവർത്തികമാക്കിയിട്ട് ഉള്ള കുറേ കാര്യങ്ങളായതുകൊണ്ട് എനിക്ക് വളരെ കോൺഫിഡൻസിൽ നിങ്ങളോട് പറയാൻ പറ്റുന്നുണ്ട്. നമ്മൾ മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ അല്ലേ, കേൾക്കാൻ നിന്ന് കൊടുക്കുക. ഈ കേൾക്കുന്നവർ നല്ലൊരു കേൾവിക്കാരനാകുക എന്ന് പറയും. നമ്മളെ കേൾക്കാൻ ഒരാളുണ്ടെങ്കിൽ പറയാൻ ആൾക്കാരുണ്ടാവും, നമ്മളോട് സംസാരിക്കാൻ ആൾക്കാർ വരും. നമ്മൾ നല്ലൊരു കേൾവിക്കാരനാണെങ്കിൽ. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വാഹനങ്ങളൊക്കെ ഓടിക്കുമ്പോൾ മറ്റുള്ളവർക്കും കടന്നു പോകാൻ ഇടം കൊടുക്കുക. അടിപൊളി. നമ്മളിങ്ങനെ പറക്കുകയല്ലേ റോട്ടിലൂടെ, വണ്ടികളെല്ലാം. ഞാൻ മാത്രമേ ഉള്ളൂ റോട്ടിൽ എന്നുള്ള ഭാവത്തിലാണ് മിക്ക ആൾക്കാരും ഡ്രൈവ് ചെയ്യുക. 2 വീലർ പോകുന്ന കാര്യം പറയണ്ട, കയറി ഇരുന്നാൽ എത്രയും മുന്നിൽ. അതിന് സമയമില്ലല്ലോ, ആർക്കും സമയമില്ല. ധൃതി ഒക്കെ അങ്ങനെ വേഗം അപ്പോൾ നമ്മൾ പറക്കുക തന്നെ ചെയ്യുക. ഫ്ലൈറ്റിലാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും അപ്പോൾ ചെയ്യുക, ഇത് റോഡിലൂടെ പോകുമ്പോഴത്തെ അവസ്ഥയാണ് ഇങ്ങനെ. അപ്പം നമ്മൾ അതിലൊരു പ്രധാന ശ്രദ്ധ കൊടുക്കേണ്ട കാര്യമാണ്. മറ്റു വണ്ടികൾക്കും കടന്നു പോകാനുള്ള സ്പേസ് നമ്മൾ കൊടുക്കുക അല്ലേ. ഇനി 4ാമത്തെ കാര്യമോ, എല്ലാറ്റിനേക്കാൾ ഉപരിയായി നിങ്ങൾ കണ്ടുമുട്ടുന്ന ആളുകൾക്ക് അവർ പ്രാധാന്യമുള്ളവരാണെന്ന തോന്നലുണ്ടാക്കുവാൻ നിങ്ങൾക്ക് കഴിയണം. അതൊരു അടിപൊളി സംഭവം അല്ലേ. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. നിങ്ങൾ ഒരാളുമായിട്ട് കുറച്ച് നേരം സംസാരിക്കുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ, കണ്ടുമുട്ടി നിങ്ങൾ അവരായിട്ട് ഇടപഴകുമ്പോൾ അവർ വളരെ പ്രാധാന്യമുള്ള ഒരാളാണെന്ന തോന്നൽ അവർക്ക് തന്നെ അങ്ങോട്ട് ഉണ്ടാവണം. അത് നിങ്ങൾക്കാണ് കഴിയേണ്ടത്. അത് നിങ്ങളുടെ വാക്കുകളിൽ നിന്നാണ് അവർക്ക് അത് അനുഭവിക്കാൻ പറ്റുക, അല്ലെങ്കിൽ അവർക്കത് തിരിച്ചറിയാനും മനസ്സിലാക്കാനും പറ്റുന്നത് നിങ്ങളുടെ വാക്കുകളിലൂടെയാണ്, നിങ്ങളുടെ പ്രവൃത്തിയിലൂടെയാണ് അല്ലേ. കമ്മ്യൂണിക്കേഷൻ അതൊരു വലിയ ഘടകമാണ്. അല്ലെങ്കിൽ നമ്മൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്,
ആളുകൾ നമ്മളുടെ കൂടെ ഇടപഴകി പോകുമ്പോൾ അവർ വളരെ സമാധാനത്തിൽ വേണം പോകാൻ. അതല്ലാണ്ട് ഇറിറ്റേറ്റഡ് ആയിട്ട് മനസ്സുകൊണ്ട് വിഷമിച്ചിട്ടൊന്നും ഇറങ്ങി പോകാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കാതിരിക്കുക. വിതയ്ക്കുന്നതേ കൊയ്യൂ അല്ലേ? ഇപ്പം കഴിഞ്ഞ ദിവസം കൊടുത്തതേ കിട്ടൂ എന്ന് പറയും. നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ വാഴ എന്ന് പറയുന്നൊരു സിനിമ കണ്ടു. അതിമനോഹരമായിട്ടുള്ളൊരു പടം. അതിൽ ഇതുപോലെ ഈ ഒരു പ്രയോഗം, കൊടുത്തതേ കിട്ടൂ വിതച്ചതേ കൊയ്യൂ എന്നുള്ള ഈ ഒരു പ്രയോഗം, കൊടുത്തതാണ് കിട്ടുക എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഒരു പിതാവ് പറഞ്ഞിട്ടുണ്ട്, ഒരു കഥാപാത്രം പറഞ്ഞിട്ടുണ്ട്. ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളും അച്ഛനമ്മമാരും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന അതിമനോഹരമായിട്ട് നമ്മളൊക്കെ കടന്നു പോന്നിട്ടുള്ള മാനസിക സംഘർഷങ്ങൾ എന്ത് രസമായിട്ടാണ് സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. തിരിച്ചറിയാണ്, ഓരോ ഘട്ടങ്ങളിലാണ് നമുക്ക് ഓരോ തിരിച്ചറിവ് ഉണ്ടാവുന്നത്. അപ്പോൾ അതിൽ പ്രായം എത്തിയിട്ടുള്ള അച്ഛൻ്റെ തിരിച്ചറിവാണ്, ആ പ്രായത്തിലാണ് അച്ഛൻ തിരിച്ചറിയുന്നത് കൊടുത്തതേ കിട്ടൂ എന്നുള്ളത്. പടം കാണുക എല്ലാവരും. നമുക്ക് ഒരുപാട് നമ്മളെയൊക്കെ ഇൻസ്പയർ ചെയ്യുന്ന, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നൊരു സിനിമയും കൂടെയാണ്. അച്ഛനും മക്കൾക്കും ഇടയിൽ അറിയാതെ പോകുന്ന പല കാര്യങ്ങൾ അല്ല, ഒരു ചേർത്ത് പിടിക്കലാണ്. കുട്ടികളെ ഇങ്ങനെ എപ്പോഴും നമ്മൾ കുട്ടികളെ വളരെയധികം വിമർശിച്ച് അവരെ കളിയാക്കി അവരെ കുറ്റപ്പെടുത്തി, നമ്മൾ അച്ഛനമ്മമാർ മക്കളെ കളിയാക്കി കുറ്റം പറയുമ്പോൾ പുറത്തുള്ള ആൾക്കാർക്ക്, സമൂഹത്തിലുള്ളവർക്ക് അത് കുറച്ചും കൂടെ ഈസി ആയിരിക്കും അല്ലേ? നമ്മൾ വില കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുള്ള ആൾക്കാർ ഒട്ടും വില കൽപ്പിക്കില്ല. നമ്മുടെ കുട്ടികളെ കുറിച്ചിട്ട് നമ്മൾ തന്നെ കുറ്റം പറഞ്ഞാൽ, മക്കളെ പറ്റിയിട്ട് അച്ഛനമ്മമാർ ദോഷം പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർ അത് കൂടുതൽ പറയും. അപ്പോൾ അത് കേൾക്കുമ്പോഴാണ് ചിലപ്പോൾ നമ്മളെ മക്കളെ മറ്റുള്ളവർ കളിയാക്കുന്നതോ മോശം പറയുന്നതോ കേൾക്കുമ്പോഴാവും ചില സമയത്ത് അച്ഛനമ്മമാർക്ക് വരെ തിരിച്ചറിവുണ്ടാവുന്നത്. വളരെയധികം ആഴത്തിൽ സ്വാധീനിച്ചിട്ടുള്ള ഒരു സിനിമയാണത്. അത് ഒരുപാട് മാതാപിതാക്കൾക്ക് തിരിച്ചറിവുണ്ടാക്കുന്നൊരു സിനിമയാണ്. മാതാപിതാക്കൾക്ക് മാത്രമല്ല കുട്ടികൾക്കും ഒരു തിരിച്ചറിവ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ സിനിമേനെ പറ്റിയിട്ടല്ല പറയണേ, നമ്മൾ വീണ്ടും വിഷയത്തിലേക്ക് വരാം. മേൽപ്പറഞ്ഞ നിർദ്ദേശങ്ങൾ നിങ്ങൾ അനുസരിക്കുകയോ അല്ലെങ്കിൽ അനുസരിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ പറയാം, ഏറെ താമസിയാതെ തന്നെ കാര്യങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ദിശയിലേക്ക് നീങ്ങുന്നതായി കാണാൻ നിങ്ങൾക്ക് സാധിക്കും. വൈകാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിന് ഗുണകരമായ ഒരു മാറ്റം സംഭവിക്കുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാനും പറ്റും. ഈ ദുഷ്കർമ്മ ഫലങ്ങളിൽ നിന്ന് വിമുക്തനാകുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വിധിയെ തിരുത്തുവാൻ തുടങ്ങിയിരിക്കുന്നു. ഇനി വീഴ്ച കൂടാതെ മുന്നോട്ട് പോവുക. യഥാകാലം ജീവിതത്തിൽ നിങ്ങൾ എന്തൊക്കെ ആഗ്രഹിക്കുന്നുവോ അതൊക്കെ, സമ്പത്ത്, സന്തോഷം അല്ലേ, പദവി, ആരോഗ്യം, ഇതൊക്കെ തുടങ്ങി നിങ്ങൾ എന്തൊക്കെയാണോ നിങ്ങൾക്ക് വേണ്ടത്, എന്തൊക്കെയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇത്രയും പറഞ്ഞ് ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഇത്രയും നേരം എന്നെ കണ്ടും കേട്ടിരുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ സന്തോഷവും നന്ദിയും അറിയിക്കുകയാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.